കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രഹസ്യം പരസ്യമായിട്ടാണ് ചോദിക്കുന്നത്. എത്ര നാളുകൂടെ ഇങ്ങനെ ഒന്ന് ഇരിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മമ്മൂക്കാടെ പടം ഇറങ്ങിയ പോലും ഇരിക്കാൻ പറ്റില്ല. ലാലേട്ടൻ്റെ പടത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് നമ്മൾ അവകാശപ്പെടുകയാണ് തിയേറ്റർ സിനിമ കണ്ടതിന് ശേഷം. അത് പ്രൊഡ്യൂസർ തന്നെയാണ് വിചാരിക്കുന്നത്, പിന്നീടാണ് വരുന്നത്. അങ്ങനെ ഒരു അവകാശം ഉന്നയിച്ചാൽ ഷുബു എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഈ സിനിമാ പ്രവർത്തനം എന്ത് പറയും? എന്റെ രാഷ്ട്രീയ അനുഭവത്തിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം. കള്ളം പറയില്ലെന്നേ ഉള്ളൂ, എല്ലാ സത്യവും വിളിച്ചു പറയണമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വ്യക്തമാക്കാൻ കഴിയുന്നില്ല. അതൊക്കെ അല്ലേ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്. അതിപ്പോ നേരത്തെ മുൻകൂട്ടി പറഞ്ഞാൽ പിന്നെ സർപ്രൈസ് ഉണ്ടോ? സിനിമ കണ്ടതിന് ശേഷം ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും ഒരിക്കലും. അങ്ങനെയല്ല ചോദിച്ചതും. അല്ല, അത് തന്നെയാണ് കണ്ടിട്ട് പറയാം ഇതിന് വേണോ സെക്കൻഡ് പാർട്ട് വേണോ വേണ്ടോ എന്നുള്ളത്. അതെ, അല്ല ഫസ്റ്റ് തന്നെ വേണോ വേണ്ടെന്നുള്ളത് പിന്നല്ല സെക്കൻഡ് എന്തായാലും വേണമല്ലോ. ഇതിലൂടെ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. അല്ല, പരസ്യമായിട്ട് താങ്കൾ ചെയ്ത സിനിമകളെല്ലാം നമുക്കറിയാം അവാർഡ് മൂവി പോലെ ചെയ്യുന്നുണ്ട്. അത് ഫെസ്റ്റിവലിനാണെങ്കിലും ഹൗസ്ഫുൾ ആകുന്നു. ആ സിനിമകൾ തന്നെ തിയേറ്ററിലും വലിയ ഹൗസ്ഫുൾ ആകുന്നു. വലിയൊരു മാജിക്കാണ് താങ്കൾ. അത് പ്രേക്ഷകർ താങ്കൾക്ക് എന്നൊരു സ്നേഹമാണ്, ഒരു ബഹുമാനമാണ്, ഒരു ആദരവാണ് എന്ന് ഞാൻ പറയുന്നു. മമ്മൂക്കയിൽ നിന്നും നേരെ ലാലേട്ടനിലേക്ക് അതെന്താണ്? മമ്മൂക്ക കഴിഞ്ഞു പറഞ്ഞ ലാലേട്ടൻ ഇങ്ങനെ ഒരു യാത്രയുണ്ട്. ഈ മാജിക്കുകൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഇതെല്ലാം ഇത് ഇപ്പോ ശിവചായന്റെ അടുത്ത് ചോദിച്ചറിയാം. ഇത് ഇങ്ങനൊരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സിനിമ പോലുമല്ല. അത് ഒരു ആ സമയത്ത് രൂപപ്പെട്ട് എല്ലാം കറക്റ്റായിട്ട് വന്ന് ഭവിക്കാന്ന് പറയില്ലേ, അതുപോലെ സംഭവിച്ചൊരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഓർഗാനിക്കലി നടക്കേണ്ട ഒരു പ്രൊജക്ട് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഇത് പ്ലാൻഡ് ആയിട്ട് ചെയ്തതല്ല. കുറച്ച് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഇതിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് മോഹൻലാൽ എന്ന നടൻ ഒരു ചെറിയ നടനാണെന്നും കൂടെയുള്ള ആളാണ് വലിയ നടനെന്നും പറഞ്ഞൊരു ബോധ്യം ഉണ്ടാക്കുകയും അതുവഴി ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുകയും സീനെ നന്നാക്കുകയും ചെയ്യുന്ന ആളാണ് മോഹൻലാൽ. ഇപ്പൊ മലൈക്കോട്ട വാലിബനില് കുറെ കാലം ട്രാവൽ ചെയ്യാൻ സാധിച്ചല്ലോ മറ്റു സിനിമകളെ അപേക്ഷിച്ച്. ആക്ടിങ് ജീവിതത്തിലേക്ക് തന്നെ ചേർത്ത് വെക്കാവുന്ന കാര്യങ്ങൾ മലൈക്കോട്ട വാലിബനിൽ സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ കൂടെയുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, 5-6 സിനിമകളായിട്ടുള്ളതാണ്. എല്ലാ ഭാഗങ്ങളിലും ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാൾ. കാരണം നമുക്ക് പഠിക്കാൻ ഒരുപാട് ധാരാളമുള്ള ഒരു നമ്മൾ വളരെ ചെറുപ്പം മുതലേ കാണുന്ന ഒരു പാഠപുസ്തകം എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ സമീപിക്കാറ്. അപ്പം അതിൽ ഏറ്റവും അധികം എന്നെ ആകർഷിച്ച ഒരു ഘടകം വിഷ്ണു ചോദിച്ചുകൊണ്ട് പറയുകയാണ്, പഠിക്കുക, മറക്കുക, ചെയ്യുക എന്നൊരു രീതിയാണ് ലാലേട്ടൻ ഫോളോ ചെയ്യുന്നത്. എനിക്ക് തോന്നാൻ അധികം ആളുകളും ആക്ടേഴ്സ് പൊതുവെ പഠിക്കുക, ഓർമ്മിക്കുക അങ്ങനെയാണ് പോവാറ്. അപ്പോൾ അവർ അവിടെ അതിൽ തന്നെ നിൽക്കുക, സ്ക്രിപ്റ്റിനുള്ളിൽ നിൽക്കുന്നത് പോലെ. മറിച്ച് പഠിക്കുക, മറക്കുക, ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ ലാലേട്ടൻ ചെയ്തുകൊണ്ട് അവിടെ ഒരു ക്രിയേറ്റിവിറ്റി, സൃഷ്ടിപരത വല്ലാതെ അദ്ദേഹം ചെയ്യുമ്പം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയൊരു കാര്യം. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നു. അതിലൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയുള്ളൊരു ശ്രമം. സാധാരണ എല്ലാ ചിത്രങ്ങളും എടുത്ത് നോക്കിയാലും ഒന്നിനൊന്നിന് വ്യത്യസ്തമാണ്. ഒന്നിനൊന്നിന് വ്യത്യസ്തമാണ്. അതായത് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ അവനവന്റെ ക്രിയേറ്റിവിറ്റി ഒന്നിനൊന്നും സാമ്യം തോന്നാത്ത ലെവലിലാണ് ഓരോ ചിത്രങ്ങളും. അതെല്ലാം തന്നെ മലയാള സിനിമയിൽ വലിയൊരു മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ലാലേട്ടൻ തന്നെ പറഞ്ഞു ഇത് ഇന്ത്യൻ സിനിമയെ കണ്ടിട്ടുള്ള ഒരു വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമായിരിക്കുന്നത്. മലൈക്കോട്ട് വാലിബൻ ഇന്ത്യൻ സിനിമ മേക്കിങ്ങിൽ ഒരു മാർക്കാവുമോ? അല്ല, അത് ഒരിക്കലും ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കില്ലേ. അതായത് ഇത് ഇന്ത്യൻ സിനിമയിൽ ഒരു മാർക്കായിരിക്കും എന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് നാച്ചുറലി സംഭവിക്കട്ടെ. അത് ആളുകൾ കണ്ട് അവർ വിലയിരുത്തേണ്ട ഒരു കാര്യമല്ലേ. ഞാനൊരിക്കലും എൻ്റെ വർക്ക് കഴിയുമ്പോൾ ഇത് കലക്കും എന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. അപ്പം അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഇത്തരം സിനിമകൾ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സിനിമ ചെയ്യണം എന്ന് തോന്നിപ്പിച്ചത്? ഇതൊരു ഇത്തരം പറഞ്ഞാൽ ഈ ഒരു ടെറീന്, ഈ ഒരു കോസ്റ്റ്യൂം, ഈ ഒരു പ്രസന്റേഷന് അങ്ങനെയല്ലോ. കഥ
ഈ കഥ ലോകത്ത് എല്ലായിടത്തും വന്ന കഥ തന്നെ ആയിരിക്കാം അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാ ഹ്യൂമൻ ഇമോഷൻസ് ഉള്ള ഒരു സിനിമയാണ് അല്ലെ? മലയക്കോട്ട ബാലിബൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എന്താണ്, ഒരു യോദ്ധാവാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം. എല്ലാവിധ ഇമോഷൻസ് ഉള്ളൊരു സിനിമയാണ്. അതിലെങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ സർപ്രൈസ്. പിന്നെ തീർച്ചയായിട്ടും അതിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല. പ്രേക്ഷകൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു കാര്യം വരുമ്പോഴാണല്ലോ അതിനൊരു ഡിഫറൻസ് ഉണ്ടാകുന്നത്. ഈ ചിത്രത്തിലും അതുപോലെ ഒരു ഡിഫറൻസ് ഉണ്ടാകാം, ഇല്ലാതാകാം. അതാണ്. അപ്പം അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. അതിപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇതെല്ലാം പറഞ്ഞിട്ട് അയ്യോ ഇതായിരുന്നോ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. നിങ്ങളും കൂടെ ഷെയർ ചെയ്യണമല്ലോ. നിങ്ങളും പിന്നെ ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആ സിനിമയെ കാണുന്ന ഓരോ തരത്തിലാണ്. ഞാൻ കാണുന്ന പോലെ അല്ലല്ലോ നിങ്ങളൊരു സിനിമ കാണുന്നത്. അപ്പം നിങ്ങളാണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത്. ഞങ്ങളൊരു വർഷം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. എന്നിട്ട് ഞങ്ങൾ പറയുന്നു ഇത് നല്ല കാര്യമാണ്. അത് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് മോശമെന്ന് പറയും. പക്ഷേ 1000 പേരിൽ 800 പേർക്കും ഇഷ്ടമായാൽ അത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ 800 പേർക്കും ഇഷ്ടമാകട്ടെ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഞങ്ങൾ ഈ സിനിമ നിങ്ങൾക്ക് തരുന്നത്. സമയപരിധി തന്നെ നമ്മളുടെ പ്രസ് മീറ്റ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പം ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ സഹകരിച്ച് നമ്മളുടെ എൻറ്റയർ ടീമിനും അതുപോലൊപ്പം തന്നെ മീഡിയ പ്രവർത്തകർക്കും ഈ ഒരു അവസരത്തിൽ പറഞ്ഞ് നന്ദി അറിയിച്ചു. ഡയലോഗ് പറയാന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഡയലോഗ് പറയാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഡയലോഗ് അവസാനിപ്പിക്കുന്നതല്ലോ. എന്തായിരുന്നു പറഞ്ഞേ? അല്ല, കണ്ടതെല്ലാം നിച്ചം അങ്ങനെയല്ലായിരുന്നോ? തമിഴില് പറയാനായിരുന്നു. പറയൂ. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാവുമല്ലോ. എനിക്കില്ലേ ഒരു ഡയലോഗ് പറയണമെങ്കിൽ ഒരാൾ പറഞ്ഞു തന്ന് അത് മനസ്സിലായി. അല്ലല്ല നിങ്ങൾ കണ്ടതല്ലേ? അല്ല, അങ്ങയുടെ വായിൽ നിന്ന് കേൾക്കാൻ എനിക്കൊരാഗ്രഹം ഒന്ന് പറഞ്ഞു നോക്കി പറയാം. എന്നാ എനിക്ക് വന്ന് കണ്ടത് നിജം, കാണാത്തത് പോയി, നീ കണ്ടതെല്ലാം പോയി, നീ കാണപ്പോകുന്നത് നിജം. താങ്ക് യു മച്ച്. Thank you, Lalitan, and thank you, Chairman. Thank you, the entire team over here. എല്ലാവർക്കും ഈ ഒരു വേദിയിൽ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമ്മളുടെ പ്രസ് മീറ്റ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ആൻഡ് മോർ ഓവർ ദാറ്റ് നമ്മളുടെ ഇന്റർവ്യൂസിലേക്കും അതുപോലെ തന്നെ ഇതിലേക്കുള്ള പ്രസ് മീറ്റിന് ശേഷമുള്ള നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടും കൂടെ കടക്കുകയാണ്. സോ എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. അതെ, എല്ലാവരും സ്റ്റില്ലെടുക്കുമ്പോ എല്ലാവരും കൂടി പൊട്ടിച്ചിരിച്ചേ. പക്ഷെ എല്ലാവർക്കും പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇദ്ദേഹത്തിന്റെ പേര് ചിത്ര കൃഷ്ണൻകുട്ടി. വളരെ കാലത്തെ സിനിമയുമായിട്ട് വളരെ കാലം മുമ്പേ ഉള്ള ഒരാളാണ്. ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫറായിരുന്നു. ചിത്ര സ്റ്റുഡിയോ കോട്ടയം ഒരുപാട് സിനിമകളിൽ ഒരുപാട് മാഗസീനുകളിലൊക്കെ ഇറക്കിയ ആളാണ്. എനിക്കൊന്ന് നസീർ സാറിന് അതിനേക്കാളും മുമ്പേ ഉള്ള കാലത്തൂടെ സഞ്ചരിച്ച് ഇപ്പോഴും സിനിമയിൽ അത്ര സജീവം അല്ലെങ്കിലും ഞങ്ങളെപ്പോലുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടൊക്കെ ഇപ്പോഴും സഹകരിച്ച് നടക്കുന്ന ആളാണ് അദ്ദേഹം. എനിക്കൊരു ആൽബം, എൻ്റെ പഴയ ചിത്രങ്ങളിലെല്ലാം ഉള്ള ഒരു ആൽബം പ്രസന്റ് ചെയ്യാണ്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് ചെയ്യുമ്പോൾ പറഞ്ഞോളൂ. ലാലിൻ്റെ വീട്ടിൽ പോയി കുറച്ച് ഫോട്ടോ എടുത്തു. അപ്പോൾ മേക്കപ്പം പറഞ്ഞാൽ 15 മിനിറ്റ് എടുക്കാവുള്ളൂ, 15 മിനിറ്റ് എടുക്കാവുള്ളൂ. വേറെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയും. 28 മിനിറ്റ് കൊണ്ട് 140 ഫോട്ടോ എടുത്തു.
അത് 80 പടം ഇതിനകത്തുണ്ട്. പിന്നെ ഞങ്ങൾ കുടുംബപരമായിട്ടുള്ള പഴയ പടങ്ങളും ഇതിനകത്തുണ്ട്. എല്ലാം കൂടി ആയിട്ട് ഡിയു കൊടുക്കണം. എടുത്താ പോരെ? പഴയ സിനിമ അതല്ലേ? പഴയ ചിത്രങ്ങളാണ്. ഇതൊക്കെ ഇദ്ദേഹം എടുത്ത ചിത്രങ്ങളാണ്. ഈ വർഷം ഇദ്ദേഹത്തിന് സൂക്ഷിച്ചു വെക്കാനായിട്ടൊരു കലണ്ടർ. ഈ പടം ആദ്യമായിട്ട് ഒരു ആക്സിഡന്റ് പോലെ ഉണ്ടായിട്ട് കോഴിക്കോട് മഹാറാണി ഹോട്ടലിന്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി എടുത്ത ഫോട്ടോയാണ്. ആ കാലയിലെ പരിക്കുണ്ട്. മമ്മൂട്ടിയായിട്ടുള്ള ഫോട്ടോ. ഇത് അന്നത്തെ കാലത്ത് വളരെ റയറാണ്. ഇവരൊന്നും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ റയറായിട്ട് എടുത്തിട്ടുള്ളതാണ്. ഞാനിതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം അത് ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകും. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.